നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പരീക്ഷ വളരെ വളരെ അടുക്കുന്നു. ടെൻഷൻ ഉണ്ടോ എന്നൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളങ്ങ് പഠിക്കുക. അന്നേരം പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാർഗ്ഗത്തിൽ തരിക എന്നുള്ളതാണ് ഒരു അധ്യായം എന്നുള്ള രീതി നമ്മൾ വരുന്നത്. ഇപ്പം ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും എല്ലാ സബ്ജക്ട്സും അങ്ങനെ കിട്ടുക എന്നുള്ളതാണ്. അന്നേരം നിങ്ങൾ പുത്തനായിട്ട് ആ കമ്മ്യൂണിറ്റി ഒക്കെ ഫുള്ളായിട്ടുണ്ട്. അന്നേരം അടുത്ത കമ്മ്യൂണിറ്റിക്കുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ അത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇത് തുടങ്ങി ചേരാത്തവരുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിക്കകത്ത് ചേരാം. നേരത്തെ ചേരുന്നവർ ആ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ മതി. സെയിം വീഡിയോസും നോട്ട്സും തന്നെയാണ് മറ്റേ കമ്മ്യൂണിറ്റിക്കകത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ 100% ഉറപ്പുള്ള 5 ചോദ്യങ്ങൾ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ല. നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും 4 മണിക്കൂർ കൊണ്ട് ഫുൾ മാർക്ക് പഠിക്കാനുള്ളത് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ന്യൂമറിക്കൽസ് മാത്രമുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നു പറയുമ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, സാറേ മോഡൽ എക്സാമിന് ചോദിക്കാത്തല്ല പബ്ലിക് എക്സാം, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നാൽ പോലും നിങ്ങൾ കേട്ടോളുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഏത് ചാപ്റ്ററിനകത്തെയാണ്? രണ്ടാമത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ചോദിച്ചില്ല. അതോ അതിന്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് എക്സാം നന്നായിട്ട് പഠിച്ചോണ്ട് പോവുക. ഓക്കെ. രണ്ടാമത്തത് ട്രാൻസ്ഫോമർ. ഇതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ട്. എന്താണ് ട്രാൻസ്ഫോമറിന്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു ഏതൊക്കെ തരം ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ, അതിൻ്റെ ഒരു ഇക്വേഷൻ VS/VP = NS/NP. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ നേരിടുന്ന 4 ലോസസ് ഓഫ് എ ട്രാൻസ്ഫോമർ. അത് ഏതൊക്കെയാണ്? കോപ്പർ ലോസ്, അയൺ ലോസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്, അതുപോലെ തന്നെ ഹിസ്റ്റീരീസ് ലോസ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറക്കുകയും ചെയ്യരുത്. അടുത്ത മൂന്നാമത്തത് നമ്മുടെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റിനകത്ത് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ. അതും അതിൻ്റെ പ്രോബ്ലം വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 റേ ഒപ്റ്റിക്സിനകത്തെയാണ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് എസ്സേ ആണ്. പടം വരച്ച് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. N = sin A + d/2/sin A/2. അതുപോലെ എൻ്റെ കൂട്ടലങ്ങ് പഠിച്ചേക്കണം. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും മിറർ ഫോർമുലയും കേട്ടോ. ഇതിൻ്റെ കൂട്ട് അതെല്ലാം 4 ആയിട്ട് കൂട്ടിക്കണം. 5 AC-ക്കകത്തെ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടുള്ള 2-3 ഉണ്ട്. LCR സർക്യൂട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല. ഇംപിഡൻസും പവർ ഫാക്ടറും കൂടെ നോക്കിയേക്കണം. ഇംപിഡൻസ് ട്രയാങ്കിൾ, പവർ ഫാക്ടർ എന്താണെന്നും അതിൻ്റെ ഡെറിവേഷൻസും. ഇത്രയും നിങ്ങൾ മസ്റ്റായിട്ടും പരീക്ഷയ്ക്ക് നോക്കുക. ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വർഷം തന്നെയാണ് 2026. അന്നേരം 6-ാം തീയതി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ കാണുമെന്ന് 100% പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഇതുപോലുള്ള കിട്ടുകാച്ചി വീഡിയോസ് വരും.